എൻ്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരിയുണ്ട്, രശ്മി. രശ്മി ഡൽഹിയിൽ PhD ചെയ്യുകയാണ്. പോളിമർ സയൻസാണ് സബ്ജക്റ്റ്. അതേക്കുറിച്ച് PhD ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഈ പ്ലാസ്റ്റിക് വിരുദ്ധ പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളായതുകൊണ്ട് മിക്കവാറും പ്ലാസ്റ്റിക്കുമായിട്ടുള്ള സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം രശ്മി എന്നോട് ഒരു വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിവാഹത്തെക്കുറിച്ചിട്ടാണ് രശ്മി എന്നോട് സംസാരിച്ചത്. രശ്മി ആ വിവാഹ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം വളരെയേറെ അത്ഭുതകരമായിട്ടുള്ള ഒരു വസ്തുതയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ അപ്പോൾ ഈ വിവാഹ സംഗതികൾ അറിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ എന്തൊക്കെയാണ്, അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്ക് തോന്നുകയും ഞാൻ അതിൻ്റെ ആ വിവാഹത്തിലേക്ക് വന്ന ആ വ്യക്തിയുടെ വിവാഹ ജീവിതം വരെ എത്തിയ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനായി ഞാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിനുവേണ്ടി ഞാൻ രശ്മിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ രശ്മി എനിക്ക് വെളിപ്പെടുത്തി തന്ന, അല്ലെങ്കിൽ ചില നേർക്കാഴ്ചകൾ, ചില നേരറിവുകൾ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില നേരറിവുകളാണ്, അല്ലെങ്കിൽ ചില നേർക്കാഴ്ചകളാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. അത് ഞാൻ നിങ്ങളുമായിട്ട് അതുപോലെ തന്നെ പങ്കുവയ്ക്കുകയാണ്. ആരും അത്ഭുത പരതന്ത്രമൊന്നും ആകേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഇത് വളരെ റീസെൻ്റ്ലി നടന്ന ഒരു സംഭവമാണ്. മാധ്യമങ്ങളിലൊന്നും വലുതായിട്ട് കൊട്ടിഘോഷിച്ച് വന്നിരുന്നില്ല. കാരണം ഇത് മാധ്യമ ശ്രദ്ധ അത്രമാത്രം ആകർഷിക്കുവാനായിട്ട് ആ വ്യക്തികൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സ്പഷ്ടവും വ്യക്തവുമായിട്ടുള്ള കാരണം. ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് ഏവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സമൂഹത്തിൽ പൊതുവെ സ്ത്രീകൾ തങ്ങളെക്കാൾ പ്രായം കൂടിയ ആളുകളെയാണ് വിവാഹം കഴിക്കാറുള്ളത്. പ്രായം കൂടിയ ആളുകൾ എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ അത് 2 വയസ്സാകാം, 5 വയസ്സാകാം, 10 വയസ്സാകാം. എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രായം കൂടിയ ആളെ വിവാഹം കഴിച്ചിട്ടുള്ള നമ്മുടെ സിനിമാ നടി ഉഷാകുമാരിയാണ്. ഉഷാകുമാരി മേം, ഉഷാകുമാരിക്ക് 19 വയസ്സുള്ളപ്പോൾ മേം വിവാഹം കഴിച്ച ശങ്കരൻ നായർക്ക് അന്ന് 52 വയസ്സാണ് പ്രായം. അതായത് തന്നേക്കാൾ 33 വയസ്സിന് പ്രായ കൂടുതലുള്ള ആളെ സ്നേഹിക്കുകയും പ്രേമിക്കുകയും അദ്ദേഹത്തെ വിവാഹം കഴിക്കുകയും ചെയ്തയാളാണ് ഉഷാകുമാരി. ഉഷാകുമാരി എന്ന് പറയുന്ന നടിയെ മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും. ധാരാളം അമ്മറോളൊക്കെ ചെയ്തിട്ടുള്ള നടിയാണ്. പിന്നെ ബേബി ഉഷ എന്ന രീതിയിൽ ധാരാളം സിനിമകൾ തമിഴും മലയാളത്തിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിഷയം ഉഷാകുമാരിമേമല്ല. പുള്ളിക്കാരി മരിച്ചു പോയിട്ട് 4-5 വർഷമായി മരിച്ചു പോയിട്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കേരളീയ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ വ്യവസ്ഥിതി അനുസരിച്ചിട്ട് സ്ത്രീകൾ വിവാഹം കഴിക്കുന്നത് തങ്ങളെക്കാൾ പ്രായം കൂടുതലുള്ള പുരുഷന്മാരെയാണ്. പിന്നെ ചില സ്ത്രീകളുണ്ട് തങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ പുരുഷന്മാരെ വിവാഹം കഴിച്ച സ്ത്രീകളും ധാരാളമുണ്ട്. അത് കുറച്ചേ ഉള്ളൂ. അത് ഒരു 4 വയസ്സ്, 5 വയസ്സ്, മാക്സിമം ഒരു 5-6 വയസ്സൊക്കെ തങ്ങളെക്കാൾ ഇളയ ആൾക്കാരെ കല്യാണം കഴിക്കുന്ന സ്ത്രീകളുമുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ധാരാളം അങ്ങനെയുള്ള ആളുകളുമുണ്ട്. വളരെ കൂടുതലെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും അങ്ങനെയുള്ള ആളുകൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഒരു 5 വയസ്സിന് ഗ്യാപ്പൊക്കെ. പിന്നെ ലക്ഷങ്ങളിൽ ഒന്നൊക്കെ എടുത്തു നോക്കിയാൽ ചിലപ്പോൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും, അതായത് ഭാര്യയേക്കാൾ 10 വയസ്സിന് പ്രായം കുറഞ്ഞ ആൾക്കാരെയൊക്കെ ചിലപ്പോഴായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് വളരെ അത്യപൂർവങ്ങളിൽ അപൂർവം എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ഇമ്മാനുവൽ ആൻ്റണിയെ കുറിച്ചിട്ടാണ്. ഇമ്മാനുവൽ ആൻ്റണി റീസെൻ്റ്ലി വിവാഹിതനായി. ഇമ്മാനുവൽ ആൻ്റണിക്ക് 27 വയസ്സായിരുന്നു പ്രായം. പക്ഷേ ഇമ്മാനുവൽ ആൻ്റണി വിവാഹം കഴിച്ചത് തന്നേക്കാൾ 27 വയസ്സിന് മേൽ പ്രായമുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ പ്രായം 54 വയസ്സാണ്. വധുവിൻ്റെ പേര് ലിനറ്റ് എന്നാണ്. ലിനറ്റ് പക്ഷേ മലയാളിയല്ല. ലിനറ്റിൻ്റെ വിവാഹം മലയാളിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി മലയാളിയാണ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ലിനറ്റ് ഗോവക്കാരിയാണ്. മഡ്ഗാവിലാണ് ലിനറ്റിൻ്റെ സ്ഥലം. അങ്ങനെ 27കാരനായ ഇമ്മാനുവൽ ആൻ്റണി എന്ന എഞ്ചിനീയർ വിവാഹം കഴിച്ചത് 54കാരിയായ ലിനറ്റിനെയാണ്. എന്തുകൊണ്ടാണ് 27 വയസ്സുള്ള ഒരാൾ 54 വയസ്സുള്ള ഒരു സ്ത്രീയെ, അതും പുള്ളിക്കാരൻ അറേഞ്ച്ഡ് മാരേജ് കാത്തിരുന്നാണ്, പുള്ളിക്കാരൻ പരസ്യം കൊടുത്തിരുന്നു, പുള്ളിക്കാരൻ വിവാഹം കഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, പുള്ളിക്കാരന് 50 മേൽ പ്രായമുള്ള സ്ത്രീകളെയാണ് വധുവായിട്ട് ആവശ്യമുള്ളായിരുന്നു, അങ്ങനെയുള്ള ആളെ മാത്രമേ പുള്ളിക്കാരൻ വിവാഹം കഴിക്കൂ എന്ന് ശഠിക്കുകയും അങ്ങനെയാണ് ഈ വിവാഹം നടക്കുകയും ചെയ്തത്.
രശ്മി എന്നോട്, നിങ്ങളോടാണെങ്കിലും ഒരാൾ പറയുകയാണ് എൻ്റെ സ്നേഹിതൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്, അയാൾ വിവാഹം കഴിക്കുന്നത് അയാളെക്കാൾ അയാളുടെ ഇരട്ടി പ്രായമുള്ള ഒരാളെയാണ്, അതായത് പുരുഷന്മാരുടെ കേസിലല്ല, സ്ത്രീക്കാണ് ഇരട്ടി പ്രായം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് എന്താ പറയുക, നമ്മളൊന്ന് എന്താണ് അത്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഈ പുള്ളിക്കാരന് വേറെ പെണ്ണ് കെട്ടാഞ്ഞിട്ടാണോ, അതോ പുള്ളിക്കാരൻ എന്തെങ്കിലും രോഗമാണോ, അല്ല എന്തെങ്കിലും മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണോ ഈ കൂടുതൽ പ്രായക്കൂടുതലുള്ള സ്ത്രീകളോടൊരു കമ്പം തോന്നുന്നത് എന്നൊക്കെ നമുക്കിങ്ങനെ ചില ആൾക്കാർക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും ആർക്കും അങ്ങനെ ഒരു സംശയമാണ് തോന്നുക. എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ രശ്മിയോട് ഇമ്മാനുവൽ ആൻ്റണിയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ചോദിക്കുവാനായിട്ട് കാരണം ആയത്. ഇമ്മാനുവൽ ആൻ്റണിയുടെ അമ്മയുടെ പേര് റോസ് മേരി എന്നാണ്. റോസ് മേരി ആൻ്റണി എന്നാണ് ഇമ്മാനുവൽ ആൻ്റണിയുടെ അമ്മയുടെ പേര്. റോസ് മേരി ആൻ്റണി എന്ന പേര് ഞാൻ എടുത്തു പറയുന്നില്ല, റോസ് മേരി എന്ന് പറയാം. റോസ് മേരി ബേസിക്കലി എറണാകുളംകാരിയാണ്. എറണാകുളംകാരിയായ ആളാണ് റോസ് മേരി എന്ന് പറഞ്ഞ വ്യക്തി. റോസ് മേരിയുടെ ഭർത്താവിൻ്റെ പേര് ആൻ്റണി സ്കറിയ എന്നാണ്. ആൻ്റണി സ്കറിയ റോസ് മേരിനെ വിവാഹം കഴിക്കുന്നത് റോസ് മേരിയുടെ 18ാമത്തെ വയസ്സിലാണ്. ആൻ്റണി സ്കറിയ റോസ് മേരിയെ വിവാഹം കഴിക്കുന്നത്. അന്ന് റോസ് മേരിക്ക് 18 വയസ്സും ആൻ്റണിക്ക് 29 വയസ്സും, അതായത് അവർ തമ്മിൽ ഏകദേശം 10-11 വയസ്സിൻ്റെ ഗ്യാപ്പുണ്ട്. അന്ന് ആൻ്റണി സ്കറിയ നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ഒരു അത്യാവശ്യം വലിയൊരു തരക്കേടില്ലാത്ത, അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ ഞാനിവിടെ എടുത്ത് പറയുന്നില്ല, അദ്ദേഹം ഡൽഹിയിലായിരുന്നു. അദ്ദേഹം അവിടെ ഇന്ത്യൻ ആർമിയിൽ സർവീസ് ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ ആൻ്റണി സ്കറിയ റോസ് മേരി വിവാഹം കഴിച്ചു. അവർക്ക് ഒരു കുട്ടിയും ഉണ്ടായി. ഒരു ആൺകുട്ടിയാണ് ഉണ്ടായത്. ആൺകുട്ടിക്ക് അവരുടെ പേരിട്ടത് സ്കറിയ എന്നാണ്. ഈ ക്രിസ്ത്യൻ രീതിയിൽ ചിലപ്പോൾ നമ്മുടെ മാമോദീസ പേരെല്ലാം നമ്മുടെ അപ്പനപ്പന്മാരുടെ പേരുകൾ ചിലപ്പോൾ അവരുടെ കുട്ടികൾക്ക് ഉണ്ടാകുമ്പോൾ അപ്പൂപ്പൻ്റെ പേര് കുട്ടികൾക്ക് ഇടാറുണ്ട്. അങ്ങനെ അവർക്കുണ്ടായി അവരുടെ ആദ്യത്തെ കൺമണിക്ക് അവരിട്ട പേരാണ് സ്കറിയ എന്നാണ് പേരിട്ടിരുന്നത്. മറ്റൊരു കാര്യം പറയട്ടെ, ഈ ആൻ്റണി സ്കറിയ അദ്ദേഹം ഡൽഹിയിലായിരുന്നു താമസിച്ചത്. ചില കുടുംബപരമായ ചില കാരണങ്ങളാൽ പാരൻസ് മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് റോസ് മേരി താമസിച്ചിരുന്നത് അവരുടെ നാട്ടിലാണ് അവർ താമസിച്ചിരുന്നത്. ഈ ആൻ്റണി സ്കറിയയും റോസ് മേരിയും തമ്മിൽ 10 വർഷം കൊണ്ട് ഗ്യാപ്പ് ഉള്ളത് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ 2 സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് വലിയ ഒരു നല്ല സുദൃഢമായിട്ടുള്ള ഒരു ദാമ്പത്യ ബന്ധമായിരുന്നു എന്ന് പറയുവാനായിട്ട് നിർവാഹമില്ല എന്ന് തുറന്ന് പറയുക തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ ആൻ്റണി സ്കറിയയുടെയും റോസ് മേരിയുടെയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചൊക്കെ ഇയാൾ എങ്ങനെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും ഞാൻ എങ്ങനെയാണ് അത് മനസ്സിലാക്കി എടുത്തത് എന്നുള്ള കാര്യം. അങ്ങനെ അവർക്കൊരു കുട്ടി പിറന്നു. ആ കുട്ടിക്ക് സ്കറിയയ്ക്ക് 30 വയസ്സായി. സ്കറിയയ്ക്ക് 30 വയസ്സായപ്പോഴേക്കും നമ്മുടെ 30 വയസ്സ് കഴിഞ്ഞു. ആ സമയത്ത് നമ്മുടെ റോസ് മേരിക്ക് 49 വയസ്സായപ്പോഴാണ് സ്കറിയയ്ക്ക് 30 വയസ്സായത്. സ്കറിയ എന്ന് പറഞ്ഞാൽ റോസ് മേരിയുടെ മകനാണ്. സ്കറിയ വിവാഹം കഴിച്ചു. സ്കറിയ വിവാഹം കഴിച്ചതും തൃശ്ശൂർക്കാരിയായിട്ടുള്ള ഒരു തൃശ്ശൂർക്കാരിയാണ് വിവാഹം കഴിച്ചത്. തൻ്റെ 30ാമത്തെ വയസ്സിൽ സ്കറിയ വിവാഹിതനാകുകയും ചെയ്തു. ഈ സമയത്ത് ഞാൻ പറയുകയാണ്, റോസ് മേരിയുടെ പ്രായം 50നോട് അടുക്കുന്നു. 49-50 വയസ്സാണ്. പിന്നെ റോസ് മേരിയുടെ ഭർത്താവിൻ്റെ പ്രായം ഏകദേശം 60നോട് അടുത്തുള്ള പ്രായമാണ്. ഭർത്താവ് ഡൽഹിയിലാണ് താമസിക്കുന്നത്, റോസ് മേരി നാട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. മകൻ്റെ വിവാഹം കഴിഞ്ഞു, വിവാഹത്തിനൊക്കെ വന്നിരുന്നു. ചില സമയത്ത് ഇവർ ഡൽഹിയിലേക്ക് പോകും, ചിലപ്പോൾ അദ്ദേഹം ഇവിടെ വരും. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഡൽഹിയിൽ താമസിച്ചുകൊണ്ട് അദ്ദേഹം ഡൽഹിയുമായിട്ട് അങ്ങ് ഇണങ്ങിച്ചേർന്ന് ആർമിയിൽ നിന്നൊക്കെ റിട്ടയർ ആയതിനു ശേഷം ഡൽഹിയിലാണ് അദ്ദേഹം അവിടെ താമസിക്കുവാൻ ആഗ്രഹിച്ചിരുന്നത്. അവിടെ അപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ട്, അവിടെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. നാട്ടിലേക്ക് വല്ലപ്പോഴും വല്ല വിശേഷ അവസരങ്ങളോ അല്ലെങ്കിൽ വല്ല വിവാഹമോ വല്ല കുടുംബയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹം ഇവിടേക്ക് വന്നിരുന്നത്. അതായത് വർഷത്തിലൊരു 3-4 തവണ മാക്സിമം അത്രയൊക്കെ വരാറുള്ളൂ. ബാക്കി സമയത്ത് കുടുംബപരമായിട്ട് റോസ് മേരിയും മകനും ഭാര്യയും ഒക്കെ ആയിട്ട് എറണാകുളത്ത് തന്നെയാണ് താമസിച്ചു കൊണ്ടിരുന്നത്. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആൻ്റണി സ്കറിയയ്ക്ക് എന്ത് സംഭവിച്ചാൽ അദ്ദേഹത്തിന് ചെറിയൊരു അപകടം സംഭവിച്ചു. അപകടം സംഭവിച്ചുകൊണ്ട് റോസ് മേരിക്ക് ഇവിടെ നിന്ന് അദ്ദേഹത്തിന് നടക്കാനും എടുക്കാനും ഒക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡാണല്ലോ. അപ്പോൾ അതുകൊണ്ട് റോസ് മേരി എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് പുള്ളിക്കാരി ഡൽഹിയിലേക്ക്, കോട്ടയത്ത് നിന്ന് പുള്ളിക്കാരിക്ക് ഡൽഹിയിലേക്ക് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. നമുക്കറിയാം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു 45 വയസ്സ് കഴിഞ്ഞാൽ, 45 to 55 വയസ്സ് എന്ന് പറഞ്ഞാൽ മൊണോപ്പസിൻ്റെ സമയമാണ്. മെനോപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അവരുടെ മെൻസ്ട്രൽ പീരീഡ്, അതായത് മെൻസസ് തീരുന്ന സമയത്താണ് ഈ മെനോപ്പസ് എന്ന് പറഞ്ഞാൽ. ആ ഒരു കാലഘട്ടത്തിനാണ് അങ്ങനെ പറയുന്നത്.
അപ്പോൾ ഈ സമയത്ത് അവർക്ക് ശാരീരികമായിട്ടും ശാരീരികമായിട്ട് പല അസ്വസ്ഥതകളും അവർക്കുണ്ടാകും. അവർ ശരിയായിട്ട് പറഞ്ഞാൽ അവരുടെ സ്ത്രീത്വം അല്ലെങ്കിൽ അവരുടെ അസ്തിത്വം അസ്തമിക്കുന്ന സമയമാണ് ഈ മെൻസസ് പീരീഡ് അങ്ങ് തിരിയുന്ന സമയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർക്ക് ശാരീരികമായ ധാരാളം വ്യതിയാനങ്ങൾ അവർക്ക് വരും. അവരുടെ മാനസികമായിട്ടാണെങ്കിലും അവർക്ക് ധാരാളം വ്യതിയാനങ്ങൾ അവർക്ക് വരും. അവരുടെ ഇടുപ്പിലും നടപ്പിലും ചിന്തയിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെറുതായിട്ട് ഒരു മാറ്റം വരുന്ന ഒരു സമയമാണ്. ഒരു സ്ത്രീക്ക് അവളുടെ സ്ത്രീത്വം അല്ലെങ്കിൽ അവളുടെ അസ്തിത്വം, അത് സ്ത്രീക്കും ഈ എന്താ പറയുക, ഇതുപോലെ തന്നെ പുരുഷന്മാർക്കും ഒരു അവസ്ഥയുണ്ട്. പക്ഷേ അതേക്കുറിച്ച് ആരും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞ് കേട്ടിട്ട് ഞാനില്ല. പക്ഷേ സ്ത്രീകളുടെ ഈ അവസ്ഥ എന്ന് പറയുമ്പോഴേക്കും അവർക്ക് ശാരീരികമായിട്ട് മാനസികമായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഞാൻ ഈ കാര്യം ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ റോസ്മേരിയും ഭർത്താവും മാറിയാണ്. അവർ തമ്മിൽ ഈ റോസ്മേരിക്ക് ഒരു 40 വയസ്സൊക്കെ ആയ സമയത്തിന് ശേഷം ഒരു ശാരീരിക അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവിടെയാണ്, അദ്ദേഹത്തിന് 50 മുതൽ പ്രായമായി, പുള്ളിക്കാരിക്ക് 40ആയി. രണ്ടുപേരും 2 സ്ഥലത്താണ്. മോസ്റ്റ്ലി അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ കുടുംബ വ്യവസ്ഥകളൊക്കെ മിക്കവാറുമൊക്കെ അങ്ങനെയാണ്. അതിന് ഉപോത്ബലകമായിട്ട് ചിലപ്പോൾ അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാവാം. ഞാൻ പക്ഷേങ്കിൽ ഈ വിവരങ്ങൾ വളരെ വ്യക്തമായി സ്പഷ്ടമായും അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ചെറിയ ആക്സിഡൻറ്റ് പറ്റി കാലിൽ നടക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ ആ സമയത്താണ് റോസ്മേരി ഡൽഹിയിലേക്ക് പോകുന്നത്. അങ്ങനെ ഡൽഹിയിലേക്ക് പോയിട്ട് പുള്ളിക്കാരി, ഞാൻ പറഞ്ഞു, ഈ സമയത്ത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശാരീരിക വ്യതിയാനങ്ങളുടെ, ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ മാനസിക വ്യാപാരങ്ങൾക്ക് വരുന്ന മാറ്റം, അവൾക്ക് ഏകാന്തതയായിട്ട് തോന്നുക, അവൾക്ക് ചില സമയത്ത് ദേഷ്യം വരിക, അല്ലെങ്കിൽ താൻ ഒറ്റപ്പെട്ടു പോയതായിട്ട് ചിന്തിക്കുക, അകാരണമായ വിഷാദഭാവം ഉണ്ടാവുക, ചിലപ്പോൾ ഇതിനോടുമൊക്കെ ഒരു വെറുപ്പ് തോന്നുക, ഇങ്ങനെയുള്ള പല പല സ്വഭാവങ്ങൾ ഈ കേൾക്കുന്ന അമ്മമാർക്ക് മറ്റുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. ഞാനൊരു പുരുഷനായതുകൊണ്ട് എനിക്ക് അത്രമാത്രം ഒന്നും അറിയില്ല. എന്നാലും ഞാനത് വായിച്ചറിഞ്ഞ കാര്യങ്ങൾ, കേട്ടറിഞ്ഞ കാര്യങ്ങൾ ഞാനങ്ങനെ പറയുകയാണ്. എനിക്കെന്നെ വലിയ അവഗാഹമൊന്നുമില്ല കേട്ടോ. എനിവേ, അത് തന്നെയല്ല, എനിക്ക് കുറച്ചൊക്കെ അറിയാം. എന്ന് വെച്ചാൽ എനിക്ക് 6-7 പെങ്ങന്മാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഞാൻ എൻ്റെ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ അത്രയേറെ ആ ഒരു രീതിയിലേക്കൊക്കെ കലർന്ന് വളർന്നുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് സ്ത്രീകളുടെ കുറച്ച് മാനസിക വികാരങ്ങളും അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളൊക്കെ എനിക്ക് കൂടുതലായിട്ട്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അമ്മമാരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ഇമോഷണലായി പോകുന്നത്. എനിവേ, അങ്ങനെ ആ സമയത്ത് 50ാമത്തെ വയസ്സിൽ നമ്മുടെ റോസ്മേരി പ്രഗ്നൻ്റ് ആകുകയാണ്. ഡൽഹി ചെന്ന സമയത്ത് 50ാമത്തെ വയസ്സിൽ റോസ്മേരി പ്രഗ്നൻ്റ് ആയി. റോസ്മേരി 50ാമത്തെ വയസ്സിൽ പ്രഗ്നൻ്റ് ആയെങ്കിലും റോസ്മേരി ആ സംഭവം തൻ്റെ ഭർത്താവിനോടോ തൻ്റെ വീട്ടുകാരോടോ ആരോടും പറയുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല. കാരണം ഒരു സ്ത്രീക്ക് ആകസ്മികമായിട്ട് നീണ്ട ഒരു 10 വർഷത്തേക്ക് ശേഷം, ഒരു ദാമ്പത്യത്തിൻ്റെ ഒരു ഗ്യാപ്പിന് ശേഷം, ഒരു ശാരീരികമായിട്ടുള്ളൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒന്ന് പ്രഗ്നൻസിയിലേക്ക് വരിക, ഭർത്താവിൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷം അങ്ങനെ ഒന്ന് സംഭവിക്കുക. ഭർത്താവിന് 60 വയസ്സോളം പ്രായമുണ്ട്. നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം, നമ്മുടെ സൊസൈറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് സ്ത്രീയെ അത് മതിക്കും. അവളുടെ മനസ്സിനെ കണ്ടമാനം വളരെയേറെ അത് വിഷമിപ്പിക്കും. അങ്ങനെയുള്ള കണ്ടമാനം ഒരു വിഷമാവസ്ഥയിലേക്ക് എത്തിയൊരു സമയമായിരുന്നു നമ്മളുടെ റോസ്മേരിക്ക് സംഭവിച്ചത്. ഞാൻ പറഞ്ഞു, ഒരു സ്ത്രീത്വം അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ തീർന്നോ അല്ലെങ്കിൽ തീർന്നില്ലേ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിച്ചു പോയി. അതായത് ഓർക്കണം, സ്കറിയ എന്ന് പറഞ്ഞ ആദ്യ മകന് 30 വയസ്സായപ്പോഴാണ് അമ്മ രണ്ടാമത് 50ാമത്തെ വയസ്സിൽ പ്രഗ്നൻ്റ് ആകുന്നത്. അവിടെ ആ ഒരു വശം, രണ്ടാമത് വീട്ടുകാരുടെ അമ്മയും അപ്പനും ഒക്കെ മരണപ്പെട്ടു പോയി, അവർക്ക് പ്രായമായി മരണപ്പെട്ടു പോയി. അനുജത്തിമാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ നല്ല പ്രായമുണ്ട്. ഭർത്താവിൻ്റെ വീട്ടിലെ മറ്റുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ നല്ല പ്രായമുണ്ട്. ഭർത്താവിനോട് ഈ സംഗതി പറഞ്ഞിട്ടേ ഇല്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ പറയും, എങ്ങനെയാണ് ആ ഒരു അവസ്ഥയിൽ ഒരു 50കാരിക്ക് വരുന്ന മാനസിക സംഘർഷങ്ങൾ എത്രമാത്രമാണെന്ന് ആ പ്രായത്തിലുള്ള അമ്മമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് അത് ആലോചിച്ചാലും നിങ്ങൾക്കത് മനസ്സിലാകുമായിരിക്കാം. 50ാം വയസ്സിൽ ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ റോസ്മേരി കഠിനമായ മാനസിക വിഷമത്തിലകപ്പെട്ടു. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പ്രഗ്നൻ്റാണ്. ഈ സമയത്ത് വളരെയേറെ അപകടകരമാണ്, വളരെയേറെ റിസ്ക്കാണ്. ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും അത് അനുവദിക്കത്തില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചോളം അയാൾ ക്യാപ്റ്റനാണ്. അല്പം പോലും ഒരു സോഫ്റ്റ് കോർണറുള്ള ആളല്ല ആൻ്റണി സ്കറിയ എന്ന വളരെ കർക്കശക്കാരനും കണിശക്കാരനുമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അത്യാവശ്യം മദ്യപിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഒരു പരമ്പരാഗത ക്രിസ്ത്യാനിറ്റിയുടെ അത് കീപ്പ് ചെയ്യുന്ന ആളാണ്. ഒരു തറവാടിയും കൂടിയാണ്. അപ്പോൾ ചിലർക്ക് ഒരുപക്ഷെ അങ്ങനെ, നമ്മൾ ബ്രോഡാഡി സിനിമയെ കണ്ടിട്ടുള്ളവർക്കറിയാം, അത് ചിലർ അത് ആ രീതിയിൽ എടുക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം അങ്ങനെ എടുക്കുന്ന ആളായിരുന്നില്ല. അപ്പോൾ നമ്മുടെ റോസ്മേരി വളരെയേറെ മാനസിക വിഷമത്തിലായി മാറി. എന്ത് ചെയ്യുമെന്നറിയില്ല.
ഗർഭവതിയായി ആരോടും പറയണം എന്നറിയില്ല. നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരാണ് തനിക്ക് സപ്പോർട്ട് നൽകുന്നത്. പുള്ളിക്കാരി അല്ലാത്ത രീതിയിലൊന്ന് നോക്കിയപ്പോൾ ആരും പുള്ളിക്കാരിക്ക് സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിലോ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലോ അല്ലെങ്കിൽ തൻ്റെ മകൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലോ മരുമകളുടെ ഭാഗത്തു നിന്നാണെങ്കിലോ ഈ ഗർഭത്തെ ആരും അനുകൂലിക്കുന്നില്ല എന്നുള്ള നഗ്നസത്യം, അതായത് പച്ചയായ യാഥാർത്ഥ്യം റോസ്മേരി മനസ്സിലാക്കുകയാണ്. സമയം കടന്നുപോയി. 3 മാസം കഴിഞ്ഞു, 4 മാസമൊക്കെയായി. ഡൽഹിയിൽ നിന്ന് പുള്ളിക്കാരി തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു സ്നേഹിതയുണ്ട്, മേഴ്സിയാണ്. മേഴ്സി ടീച്ചറാണ്. ടീച്ചറോട് മാത്രം, പുള്ളിക്കാരിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മേഴ്സി ടീച്ചർ. പുള്ളിക്കാരി ബറോഡയിലാണ്. മേഴ്സി ടീച്ചറോട് ഈ വിവരം പുള്ളിക്കാരി പറഞ്ഞു, ഇന്നപോലെയാണ് മേഴ്സി, എനിക്കൊരു വിഷയമുണ്ട്, എനിക്കൊരു പ്രശ്നം വന്നിട്ടുണ്ട്, ഞാൻ ഇന്നപോലെയാണ്, ഞാൻ പ്രഗ്നൻ്റാണ്, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ മേഴ്സി ടീച്ചർ പറഞ്ഞു, കുഴപ്പമില്ലാടി, നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ മകനും എന്താണെന്നോ അറിയണ്ടേ, നീ ഒരു കാര്യം ചെയ്യും, അവിടെ നിന്നിട്ട് നീ സേഫ് അല്ല എങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു വരും, നാട്ടിലേക്ക് വരുമ്പോഴേക്കും നാട്ടിൽ പറയും നിൻ്റെ മകൻ അറിയണമല്ലോ, മറ്റുള്ളവരൊക്കെ അറിയണമല്ലോ, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇത് അറിയുമല്ലോ. നിനക്ക് ഒന്നാമത്തെ കാര്യം 50ാമത്തെ വയസ്സിലെ പ്രഗ്നൻസിയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ റിസ്ക്കാണ്. ആ സമയത്ത് ഒരു നോർമൽ ഡെലിവറി ഒന്നും സംഭവിക്കത്തില്ല. സ്ത്രീയുടെ മാനസിക ശാരീരിക ആരോഗ്യസ്ഥിതി മറ്റുള്ള എല്ലാ ഘടകങ്ങളും ഒത്തുവന്നാൽ മാത്രമേ അത് സക്സസ് ആകത്തുള്ളൂ. അതിന് ഏറ്റവും വലിയ ഘടകം ഒരു ഗർഭാവസ്ഥയിൽ ഒരു സ്ത്രീയുടെ ശാരീരിക ക്ഷമതയേക്കാൾ കൂടുതലായിട്ട് അവൾ അതിനെ എങ്ങനെ മാനസികമായി ഉൾക്കൊള്ളുന്നു. ഒരു കരിയൊക്കെ ആകുമ്പോഴേക്കും അതിനുള്ള ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ ഇന്നത്തെ കാലത്ത് യങ്സ്റ്റേഴ്സിന് അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ 50 വയസ്സുള്ള സ്ത്രീയുടെ കാര്യം പറയേണ്ടതായിട്ടുണ്ടോ? എന്താണെങ്കിലും റോസ്മേരി നാട്ടിൽ വന്നപ്പോൾ 50ാം വയസ്സിൽ താൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം മറച്ചു വയ്ക്കാനൊരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരമ്മയ്ക്ക് മറച്ചു വയ്ക്കാൻ സാധിക്കത്തില്ല താൻ ഗർഭവതിയാണെന്നുള്ള കാര്യം. നാട്ടിൽ മകൻ അറിഞ്ഞു. ആ മൊമെൻറ്റിൽ മകൻ വീട് വിട്ട് വീട് വിട്ട് തൻ്റെ ഭാര്യയുമായിട്ട്, കാരണം സ്കറിയയുടെ ഭാര്യ അതുവരെ പ്രഗ്നൻ്റ് ആയിട്ടില്ല. അപ്പോൾ സ്കറിയയും ഭാര്യയും വളരെയേറെ രോഷാകുലരായി. അവർ പറഞ്ഞു, ഈ തള്ളയ്ക്ക് ഭ്രാന്താണ്, ഉള്ള കാര്യം പറയാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ പോയത്. ഇതെങ്ങനെ അറിഞ്ഞു നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ പോയി. വീട്ടുകാരും മറ്റുള്ള ആൾക്കാരും സപ്പോർട്ടല്ല. റോസ്മേരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഭയങ്കരയേറെ വിഷമതകൾ, നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര അസ്വസ്ഥത, ബുദ്ധിമുട്ട്. ഭർത്താവിനെ വിവരം അറിയിച്ചപ്പോൾ ഭർത്താവ് വളരെ കർക്കശമായിട്ട്, വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം അത്തരത്തിലുള്ള മോശമായിട്ട് സംസാരിക്കുക, അത് നമുക്കിവിടെ എന്ത് മോശം വർത്തമാനമാണ് അദ്ദേഹം പറയുന്നത് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിരുന്നില്ല. ചുരുക്കം അതാണ്. അങ്ങനെ അവസാനം റോസ്മേരി മേഴ്സി ടീച്ചറുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. ബറോഡയിലാണ്. മേഴ്സി ടീച്ചർ ബറോഡയിൽ റിട്ടയർ ആയതാണ്. പക്ഷേങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നുകൊണ്ട്, റിട്ടയർ ആണെങ്കിലും CBSE സ്കൂളിലൊക്കെ റിട്ടയർ ടീച്ചേഴ്സിനൊക്കെ വർക്ക് ചെയ്യാം. അങ്ങനെ അവിടെ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ റോസ്മേരി ടീച്ചറുടെ അടുത്തുണ്ട്. ടീച്ചറുടെ കെയർ ഓഫിൽ അവിടെ നിൽക്കുകയും അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഇമ്മാനുവൽ ആൻ്റണിക്ക് ജന്മം നൽകുന്നത്. ബറോഡയിൽ വെച്ചാണ് ഇമ്മാനുവൽ ആൻ്റണി നമ്മുടെ ഭൂമിയിലേക്ക് വന്നത്. തൻ്റെ റോസ്മേരി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് അന്ന് 50 വയസ്സ് കഴിഞ്ഞ് 51 വയസ്സായപ്പോഴാണ് ഡെലിവറിയൊക്കെ ആയത്. വളരെയേറെ ആ അമ്മയ്ക്ക് മകനെ വളരെയേറെ അത്രമാത്രം എന്താണെങ്കിലും അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഒരു വികാരമുണ്ടല്ലോ, അത് എത്ര പ്രായമാണെങ്കിലും 70 ആണെങ്കിലും 90 ആണെങ്കിലും എനിക്കറിയാം, ചില പരിചയമുള്ളതുകൊണ്ട് 70ാമത്തെ വയസ്സിൽ നമ്മുടെ സൗദി അറേബ്യയിൽ ഒരു സ്ത്രീ 2 കുട്ടികൾക്കൊക്കെ ജന്മം ചെയ്ത കാര്യം എനിക്ക് വളരെ നന്നായിട്ട് വ്യക്തമായിട്ട് എനിക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു പ്രായം ഒരു ഘടകം മാത്രമാണ്. ചില സമയത്ത് അത് സംഭവിക്കും. അതിന് നമ്മുടെ ഭർത്താവിൻ്റെ മാത്രമല്ല, ജഗദീശ്വരൻ്റെ ആ കൃപയും അല്ലെങ്കിൽ അവിടുത്തെ ഇതോടുണ്ടെങ്കിലൊക്കെയാണ് അങ്ങനെ സംഭവിക്കുള്ളൂ. എനിവേ, എന്താണെങ്കിലും ആ പ്രസവത്തിന് ശേഷം ഇമ്മാനുവൽ ആൻ്റണി ഉണ്ടായതിനു ശേഷം റോസ്മേരി വളരെയേറെ ദുഃഖിതയാകുകയും വളരെയേറെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ക്ഷീണിക്കപ്പെടുകയും ക്ഷീണിതയാകുകയും ചെയ്തു. കാരണം ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഒരമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പരിഗണനയാണ്. ആ പരിഗണന എല്ലാ ഭാഗത്തുനിന്ന്, തൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന്, തൻ്റെ മറ്റു മക്കളുടെ ഭാഗത്തുനിന്ന്, തൻ്റെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന്, തൻ്റെ കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരിൽ നിന്നും ഒരു അമ്മ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് പരിഗണനയാണ്. പക്ഷേ റോസ്മേരി എന്ന് പറഞ്ഞ ആ അമ്മയ്ക്ക് ഒരു പരിഗണനയും എങ്ങും ഉണ്ടായിരുന്നില്ല. അവരെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്. ഒരു നികൃഷ്ട ജന്മമായിട്ട്, അല്ലെങ്കിൽ ഒരു വല്ലാത്ത എന്തോ ഒരു അപരാധം ചെയ്ത ഒരു സ്ത്രീയായിട്ടാണ് എല്ലാവരും നോക്കിക്കണ്ടത്. അപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൽ ഞാൻ പറഞ്ഞു അങ്ങനെയാണ്. അതുകൊണ്ട് അറിഞ്ഞ ആളുകളൊക്കെ ആണെന്നുണ്ടല്ലോ, അവൾക്ക് എന്തോ തലയ്ക്ക് സ്ഥിരമില്ല, അവൾക്ക് എന്തോ കുഴപ്പമുണ്ട് പുള്ളിക്കാരിക്ക്. അല്ലെങ്കിൽ ഈ പ്രായത്തിലൊക്കെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള പരിപാടിയൊക്കെ ഒപ്പിക്കുമോ? ഇതെന്താണിത്? ഇത് കേട്ടിക്കൊള്ളുപോലും നാട്ടു നടപ്പുള്ള സംഗതിയാണോ? എവിടെയോ തകരാറുണ്ട് എന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിച്ചത്. ആ മാനസികമായിട്ടുള്ള എല്ലാവരുടെയും ആ ഒറ്റപ്പെടുത്തൽ റോസ്മേരിക്ക് താങ്ങാൻ സാധിക്കുന്നതിൻ്റെ അപ്പുറത്തായിരുന്നു. അങ്ങനെ ഇമ്മാനുവൽ ആൻ്റണിക്ക്
4.5 വയസ്സുള്ളപ്പോൾ റോസ്മേരിയുടെ 55-ാമത്തെ വയസ്സിൽ റോസ്മേരി മരണപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ റോസ്മേരി മരിച്ചുപോയി. ഇമ്മാനുവൽ ആൻ്റണിയുടെ അമ്മ മരിച്ചാലും റോസ്മേരിയുടെ മകൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവിടെ ഏറ്റെടുത്തിരുന്നത് നമ്മുടെ മേഴ്സി ടീച്ചറാണ്. ബറോഡയിൽ മേഴ്സി ടീച്ചറുടെ കൂടെ നമ്മുടെ ഇമ്മാനുവൽ ആൻ്റണി ഇമ്മാനുവൽ ആൻ്റണിയുടെ ചൈൽഡ്ഹുഡിൽ ഇമ്മാനുവൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പയ്യനാണ്. 4 വയസ്സുള്ളപ്പോഴാണെങ്കിലും അവനറിയാമായിരുന്നു അവന് ലോകത്ത് അവൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 54 വയസ്സുള്ള അല്ലെ 55-ാമത്തെ വയസ്സിലാണ് റോസ്മേരി മരിക്കുന്നത്. ആ സമയത്ത് അവനറിയാം, അവന് 4-5 വയസ്സായപ്പോൾ അവനെ മനസ്സിലാക്കാനുള്ള അത്ര ചെറുതാണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കാനുള്ള ഇതുണ്ടായിരുന്നു. അമ്മ തനിച്ചാണ്. എല്ലാവരിൽ നിന്നും അമ്മ ഒറ്റപ്പെടുത്തി പ്രായമായ ഒരു സ്ത്രീയുടെ, ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സ്ത്രീയുടെ ജീവിത പ്രാരാബ്ദങ്ങളും ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും അവൾ അനുഭവിക്കുന്ന ഏകാന്തതയും അവൾ അനുഭവിക്കുന്ന ആ വല്ലാത്ത ജീവിതത്തിൻ്റെ ഒരു വാക്കുവയുണ്ടല്ലോ, അതൊക്കെ ആ കുഞ്ഞ് ഇമ്മാനുവലിൻ്റെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞു പോയിരുന്നു. തന്നെയുമല്ല, ഇമ്മാനുവലിനെ അവിടെ നോക്കിയത് മേഴ്സിയാണ്. മേഴ്സി ടീച്ചർക്ക് അന്ന് നല്ല പ്രായമുണ്ട്. അപ്പോൾ അവിടെ മറ്റൊരു വൃദ്ധയായ സ്ത്രീയുണ്ട്. ആ മറ്റൊരു വൃദ്ധയായ സ്ത്രീ അവരും ഏകാന്തതയിൽ തന്നെ താമസിക്കുന്നയാളാണ്. മേഴ്സി ടീച്ചർ വിവാഹം കഴിച്ചിട്ടില്ല, വിവാഹിതയല്ലായിരുന്നു അവർ. അതുകൊണ്ടാണ് അവരെ വളരെ ധൈര്യപൂർവ്വം ഇവരെ ഏറ്റെടുക്കുകയും ഇവരെ കെയർ ടേക്ക് ചെയ്തെന്ന്. അന്ന് മേഴ്സി ടീച്ചർക്ക് 65-68 വയസ്സും മറ്റോ ആയി. അപ്പോൾ മേഴ്സി ടീച്ചർ തൻ്റെ മേഴ്സി ടീച്ചർക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ, അപ്പോൾ എങ്ങനെയാണ് എന്നറിയില്ല, എന്നാലും സ്വന്തം കുഞ്ഞിനെ പോലെ അതിനേക്കാൾ ഉപരിയായിട്ട് അത്രമാത്രം സ്നേഹത്തോടെ, അത്ര പരിലാളനയോടെ, അത്രമാത്രം ഓമനത്വത്തോടുകൂടി ആ കുഞ്ഞിന് നൽകാവുന്ന എല്ലാ സംഗതികളും 65-ലും 66-ലും 67-ലും 68-ലും തൻ്റെ ആ പ്രായത്തെ വകവയ്ക്കാതെ എല്ലാ സംഗതികളും തൻ്റെ ആ ഇമ്മാനുവൽ ആൻ്റണിക്ക് നൽകി വളർത്തിക്കൊണ്ട് വരുന്നു. ഇമ്മാനുവൽ ആൻ്റണിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അയാൾ മനസ്സിലാക്കുകയായിരുന്നു പ്രായമുള്ള തൻ്റെ അമ്മയുടെയും അല്ലെങ്കിൽ അമ്മയ്ക്ക് സമാനമായിട്ടുള്ള പ്രായമുള്ള മറ്റുള്ള സ്ത്രീകളുടെയും വിവാഹം കഴിക്കാത്ത സ്ത്രീയാണെങ്കിൽ കൂടി മേഴ്സി ആൻറ്റിയുടെയൊക്കെ ആ മാനസിക പ്രശ്നങ്ങളും അവരനുഭവിച്ചു വരുന്ന അവരുടെ ആ തീക്ഷ്ണമായ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അയാൾ ആ കുഞ്ഞു പ്രായം മുതലേ അയാൾ കണ്ടു അറിഞ്ഞു മനസ്സിലാക്കി. അതുകൊണ്ട് ചെറിയ പ്രായം മുതലേ ഇമ്മാനുവലിൻ്റെ മനസ്സിൽ രൂഢമായിട്ട് വളരെ ഡീപ്പായിട്ട് ഒരു തീരുമാനം എടുത്തിരുന്നു അയാൾ. താൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ എന്നാണെങ്കിലും താൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അത് 50-ന് മുകളിലുള്ള ഒരു സ്ത്രീയെ മാത്രമേ താൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ കാലം കടന്നുപോയി. ഇമ്മാനുവൽ പഠിച്ചു. മേഴ്സി ആൻറ്റിക്ക് വളരെയേറെ പ്രായമായി വെച്ചാൽ മേഴ്സി ആൻറ്റി ഇപ്പോഴും ജീവനോടെ ഉണ്ട് കേട്ടോ, മരിച്ചിട്ടൊന്നുമില്ല, നല്ല പ്രായമുണ്ട്. അപ്പോൾ വിവാഹ സമയമായപ്പോൾ പറഞ്ഞു, അമ്മയാണ് മേഴ്സി ആൻറ്റിയാണ് ഇമ്മാനുവലിൻ്റെ അമ്മ, മോനെ നിൻ്റെ കല്യാണം ആലോചിക്കണം, നിനക്ക് കല്യാണപ്രായമായി, ഏതെങ്കിലും ഗേൾ ഫ്രണ്ട് ഉണ്ടോ, എങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നതിന് മുൻപ് ഇമ്മാനുവൽ വന്ന് പറഞ്ഞു, മേഴ്സിയമ്മേ എനിക്ക് വിവാഹം കഴിക്കണം. മേഴ്സിയമ്മ ഭയങ്കര ഹാപ്പിയായി. എടാ എനിക്ക് ഹാപ്പിയായി എൻ്റെ കുഞ്ഞ്, ഞാൻ അങ്ങോട്ട് പറയണമെന്നിരിക്കുമെന്ന്, എനിക്കൊരു കൂട്ടാകുമല്ലോ, എന്തായാലും ഞാൻ തനിച്ചേ ഉള്ളൂ, ഞാനും മോനും തന്നെയല്ലേ ഉള്ളത്, എനിക്കൊരു കൂട്ടായി, എന്താണെങ്കിലും എനിക്ക് നിൻ്റെ ഈ തീരുമാനത്തിൽ ഞാൻ വളരെയേറെ സന്തോഷത്തിന്. അമ്മയ്ക്ക് ഇത്രമാത്രം സന്തോഷമുള്ള ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മോൾ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ, മോന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ, അവൾ എവിടെയാണ്, അവൾ കൊച്ചുകുട്ടിയാണ്, അവൾക്ക് 20 വയസ്സുണ്ടോ, എത്ര വയസ്സുണ്ട്, സുന്ദരിയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ മറുപടി കേട്ടിട്ടാണ് മേഴ്സിയമ്മ ആകെപ്പാട് പരിഭ്രാന്തിയായത്. പറഞ്ഞു, മേഴ്സിയമ്മയെ ഞാൻ ആരും കണ്ടുവച്ചിട്ടില്ല, മേഴ്സിയമ്മ എനിക്കൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം, പക്ഷേ എൻ്റെ വധുവിന് 50-ന് മേൽ പ്രായമുണ്ടാണ്. മേഴ്സിയമ്മ ഞെട്ടിപ്പോയി. അയ്യോ, ഒരു കിളവീനെയാണോ നീ കല്യാണം, നീ എന്നെ തമാശ പറയുകയാണോ? ഇമ്മാനുവൽ പറഞ്ഞു, നോ, ഐ എം നോട്ട് ജോക്കിംഗ്, ഐ നീഡ് എ ബ്രൈഡ്, എനിക്കൊരു വധുവിനെ വേണം, പക്ഷേ അവൾക്ക് ഷീ ഷുഡ് ബി മോർ ദാൻ 50. അപ്പോൾ മേഴ്സിയമ്മ ചോദിച്ചാൽ, എൻ്റെ കൊച്ചൻ നിനക്ക് എന്നെ പ്രാന്തുണ്ടോ, നീ എന്നെ ഈ പറയുന്നത്? 50 വയസ്സുള്ള ആൾക്കാർ, നിൻ്റെ അമ്മയുടെ പ്രായത്തിന് മുകളിലുള്ള ഒരാളെ നീ വിവാഹം കഴിച്ചു, നിനക്ക് 27 വയസ്സേ ആയിട്ടുള്ളൂ, നിന്നേക്കാൾ പ്രായത്തിന് കൂടുതലുള്ള അതിനേക്കാൾ കൂടുതലുള്ള ഒരു സ്ത്രീയെ നീ വിവാഹം കഴിക്കുകയെന്ന് പറഞ്ഞാൽ ലോകം നിന്നെ നോക്കി പുച്ഛിക്കും, നിനക്ക് തലയ്ക്ക് സ്ഥിരമില്ലെന്ന് പറയും, നിനക്ക് എന്തെങ്കിലും മാനസിക രോഗമാണെന്ന് പറയും. അപ്പോൾ പറഞ്ഞു, എനിക്കറിയാം മേഴ്സിയമ്മേനെ, എനിക്കറിയാം എൻ്റെ അമ്മ റോസ്മേരി അമ്മേനെ, എനിക്ക് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് 50-ന് മുകളിലുള്ള ഒരാൾ മതി. മേഴ്സിയമ്മ അന്വേഷിച്ചോളൂ, എനിക്ക് അങ്ങനെയുള്ള വിവാഹം ഞാൻ ഇപ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കും, ഞാൻ 30 വർഷം 35 40 ആയിട്ടല്ല, എനിക്കിപ്പോൾ വിവാഹം കഴിക്കണം, എനിക്ക് അങ്ങനെ സ്നേഹിക്കണം, അങ്ങനെയാണ് എൻ്റെ മാരേജ് ലൈഫ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മേഴ്സിയമ്മയ്ക്ക് ഒന്നും പറയാനായിട്ടുണ്ടായിരുന്നില്ല. അവർ തൻ്റെ പരിചയക്കാരോടൊക്കെ പറഞ്ഞു, എൻ്റെ മോൻ്റെ വിവാഹം, എനിക്കൊരു മോൻ്റെ ഒരു പെണ്ണ് വേണം. ഓക്കെ, തീർച്ചയായിട്ടും നല്ല തിരക്കിനാണല്ലോ, നല്ല ജോലിയുണ്ട്, നല്ല ഏണിങ്സൊക്കെ ഉണ്ട്, നമുക്ക് കുഴപ്പമില്ല, പക്ഷേ ഒരു ഡിമാൻഡുണ്ട്, അവൻ്റെ പെണ്ണ് 50-ന് മുകളിൽ പ്രായമുള്ള ആളായിരിക്കണം, വിവാഹിതയായിരിക്കുകയും ചെയ്യരുത്.
ആൾക്കാർ മുഖത്ത് വിരൽ വെച്ചു. ഇവരെന്നെ ഈ പറയുന്നത്, ഇവർക്കൊക്കെ ടോട്ടലി ഇവർക്ക് കിളി പോയ ആൾക്കാരാണോ എന്നുള്ള രീതിയിലേക്ക് സ്വാഭാവികമായിട്ട് നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ അവസാനം ഗോവയിലെ മഡ്ഗാവിലുള്ള ലിനറ്റ് ഇമ്മാനുവലിന് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇമ്മാനുവലിൻ്റെ ലിനറ്റിൻ്റെയും വിവാഹം മുംബൈയിൽ വെച്ച് നടന്നു. ബറോഡയിൽ വെച്ചിട്ടല്ല, മുംബൈയിൽ വെച്ചാണ് നടന്നത്. രണ്ടുപേരുടെയും സൗകര്യം നോക്കിയിട്ട് മഡ്ഗാവും ബറോഡയും തമ്മിലുള്ള അപ്പുറത്തും ഇപ്പുറത്തുമാണല്ലോ. അപ്പം രണ്ടുപേരുടെയും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം വെച്ചിട്ട് മുംബൈയിലെ ആ ചർച്ചിൻ്റെ പേര് ഞാൻ മറന്നു, രശ്മിനിയുടെ പേര് പറഞ്ഞിരുന്നു. അവിടെ വെച്ചിട്ടാണ് വിവാഹം നടന്നത്. ലളിതമായിട്ടുള്ള ചടങ്ങുകളായിരുന്നു, ആരെയും അറിയിച്ചില്ല. കാരണം ഇത്തരത്തിലുള്ളൊരു വിവാഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ വാർത്തയായിട്ട് വരും. കാരണം ഇങ്ങനെയൊരു വിവാഹം എന്ന് പറഞ്ഞത് വളരെ അത്യപൂർവമായ സംഗതിയാണ്. അതിൻ്റെ പിന്നിൽ അത് ഇമ്മാനുവൽ അവിടെ ജനിച്ചു വളർന്ന് ബറോഡയിലായിരുന്നു എങ്കിൽ, ജനിച്ചതൊക്കെ അവിടെയാണെന്നുണ്ടെങ്കിലും ബേസ് നമ്മുടെ മലയാളമാണല്ലോ. പുള്ളിക്കാരൻ മലയാളിയായിട്ടുള്ളൊരു അമ്മയുടെ മലയാളിയായിട്ടുള്ളൊരു അച്ഛൻ്റെ മകനാണ്. എനിക്ക് രശ്മിക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ മേഴ്സി അമ്മയ്ക്ക് കുറച്ചൊക്കെ പ്രായമായതുകൊണ്ട് ഓർമ്മക്കുറവും മറ്റ് ഇതൊക്കെയുണ്ട്. എങ്കിലും കളക്ട് ചെയ്യാവുന്നത് അത്രയും കാര്യങ്ങളാണ് ഞാൻ കളക്ട് ചെയ്തത്. എനിക്ക് ലഭ്യമായുള്ള ഈ വിവരങ്ങൾ ഞാൻ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രായത്തിന്, സ്നേഹത്തിന്, നമ്മൾ ഒരാളെ മനസ്സിലാക്കുവാനായിട്ട്, അല്ലെ ഒരാളെ സ്നേഹിക്കുവാനായിട്ട്, ഒരാളെ നമ്മളുടേതാക്കുവാനായിട്ട്, നമ്മളെ ഉൾക്കൊള്ളുവാനായിട്ട് അവിടെ ഒരിക്കലും പ്രായം ഒരു ഘടകമേ അല്ല. ഇവിടെ ഞാൻ പറഞ്ഞത് മേഴ്സി ടീച്ചറിൻ്റെ കഥയാണോ, അതോ ഇമ്മാനുവൽ ആൻ്റണിയുടെ കഥയാണോ, അതോ നമ്മുടെ റോസ്മേരി ആൻ്റണിയുടെ കഥയാണോ, അതോ ആൻ്റണി സക്കറിയയുടെ കഥയാണോ, അതോ സക്കറിയയുടെ കഥയാണോ എന്ന് നിങ്ങൾ വിവേചിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരുടെ കഥയാണോ എന്ന് നിങ്ങളതിനകത്ത് അനുമാനിച്ച് നിങ്ങൾക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഞാനൊന്ന് ചോദിക്കുകയാണ് എല്ലാവരോടും, ഇവിടെ എന്തെങ്കിലും കുറ്റം ചെയ്ത ആളാണോ നമ്മളുടെ റോസ്മേരി എന്ന് പറഞ്ഞ അമ്മ? എന്തുകൊണ്ടാണ് നമ്മളുടെ സമൂഹം റോസ്മേരി എന്ന് പറഞ്ഞ അമ്മേനെ ഒറ്റപ്പെടുത്തുകയും അവരെ കേരളത്തിൽ നിന്ന് തന്നെ അവർക്ക് ഓടി ബറോദയിൽ പോയിട്ട് അവർക്ക് 51-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ടതായിട്ട് വന്നത്? രണ്ടാമത്തെ കാര്യം, ഇമ്മാനുവൽ ആൻ്റണി വിവാഹം കഴിച്ചത് 50 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീയെയാണ്. എന്തുകൊണ്ടാണ് ഇമ്മാനുവൽ ആൻ്റണി 50 വയസ്സുള്ള സ്ത്രീയെ വിവാഹം കഴിച്ചപ്പോൾ ആളുകൾ മൂക്കത്ത് വിരൽ വയ്ക്കുകയും അവന് തലയ്ക്ക് സ്ഥിരമില്ലാത്തയാളാണ്, അവൻ ഭ്രാന്തനാണെന്ന് പറയാൻ ഒരു റീസൺ ഉണ്ടായത്? ഇമ്മാനുവൽ ആൻ്റണി ചെയ്തത് ശരിയാണോ? അദ്ദേഹത്തോടൊപ്പം നമ്മൾ നിൽക്കുന്നുണ്ടോ? എന്താണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ തീർച്ചയായിട്ടും ഇമ്മാനുവൽ ആൻ്റണിയുടെ ഒപ്പം നിൽക്കുകയാണ്. ഇമ്മാനുവൽ ആൻ്റണി ആക്കിയ മേഴ്സി ടീച്ചറോട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അങ്ങേയറ്റത്തു നിന്നുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുംബൈയിൽ PhD ചെയ്യുന്ന പോളിമർ എഞ്ചിനീയറായിട്ടുള്ള രശ്മിയോട് ഞാൻ എൻ്റെ സ്നേഹവും കൃതാർത്ഥതയും അറിയിക്കുകയാണ്. ഇവരുടെ എല്ലാവരുടെയും അറിവോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള ഈ ഒരു കഥ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട്, അല്ലെങ്കിൽ സത്യത്തിൻ്റെ നേരിൻ്റെ മറ്റൊരു കഥയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കാം. അതുവരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.